ഇനി നമുക്ക് കാണേണ്ടത് ഫാലസി എന്താണ്. റെസൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്കുള്ളത് ഫാലസി എന്താണെന്നുള്ളത്. ഫാലസി എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റായ ആർഗ്യുമെൻറ്റ് കൊണ്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ഫാലസി എന്ന് പറയുന്നത്. തെറ്റായ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് കിട്ടുന്ന അതിന് നമ്മൾ ഫാലസി എന്നാണ് പറയുന്നത്. അപ്പോൾ റൂൾ ഓഫ് ഇൻഫറൻസുകളെല്ലാം നമ്മൾ പറഞ്ഞു. ഒരു ടോട്ടോളജിയെ ബേസ് നമ്മൾ ആ ടേബിളിനകത്ത് തന്നെ ആ റൂൾ ഓഫ് ഇൻഫറൻസിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ അത് ഏത് ടോട്ടോളജിയെ ബേസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു ടോട്ടോളജിയെ ബേസ് ചെയ്തിട്ടില്ലാത്ത ആർഗ്യുമെൻറ്റ് നമുക്ക് വാലിഡാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വാലിഡ് അല്ലാത്ത ആർഗ്യുമെൻറ്റുകളെ നമ്മൾ ഫാലസി എന്നാണ് പറയുന്നത്. വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് വെച്ചിട്ടുള്ള കൺക്ലൂഷൻ അല്ലെങ്കിൽ നമ്മളതൊരു ഫാലസി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുക്കുവാണ് P ഇംപ്ലൈസ് Q ആൻഡ് Q ഇംപ്ലൈസ് P എന്നുള്ളത്. ഇത് കാണുമ്പോൾ നമ്മൾ ഓർക്കും P ഇംപ്ലൈസ് Q ആണ്, Q ആണെങ്കിൽ അത് ഇംപ്ലൈസ് P അല്ലേ. P ഇംപ്ലൈസ് Q ഉണ്ട്, Q ഉണ്ടെങ്കിൽ അതിൻ്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് P കിട്ടത്തും. കാണുമ്പോൾ നമുക്ക് തോന്നും P ഇംപ്ലൈസ് Qയും Q ആണെങ്കിൽ അതിൻ്റെ കൺക്ലൂഷൻ P അല്ലേ. പക്ഷേ അല്ല. കാരണം നമ്മൾ P ഫോൾസ് ആയിട്ടും ഇവിടെ നമ്മൾ P ഫോൾസ് ആയിട്ടും Q ട്രൂ ആയിട്ടും എടുത്താൽ P ഇംപ്ലൈസ് Q ട്രൂ ആണ്. ഇനി Q ട്രൂ ആണെന്ന് നമ്മൾ എടുത്തു അല്ലേ. P ഫോൾസും Q ട്രൂ ആയിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതും ട്രൂ ആണ്, ഇതും ട്രൂ ആണെങ്കിൽ ഈ രണ്ടും കൂടെ ആൻഡ് എടുക്കുമ്പം ട്രൂ ആണ്. പക്ഷേ P ഫോൾസാണ്. ഇത് ട്രൂ ആയിട്ട് ഇത് ഫോൾസ് വന്നാൽ നമ്മുടെ ആൻസർ എന്ത് വരും? ഫോൾസ് വരും. അപ്പം P ഫോൾസ് ആയിട്ടും Q ട്രൂ ആയിട്ടും വരുവാണെങ്കിൽ ഈ ആർഗ്യുമെൻറ്റിൻ്റെ കൺക്ലൂഷൻ ഫോൾസ് ആയിരിക്കും. കാരണം നമുക്കറിയാം P ഫോൾസ് Q ട്രൂ ആണെങ്കിൽ P ഇംപ്ലൈസ് Q ട്രൂ ആണ്. Q ട്രൂ ആണ്, P ഇംപ്ലൈസ് Q ട്രൂ ആകുമ്പം ഇത് രണ്ടും കൂടെ വരുമ്പം കമ്പിനേഷൻ ട്രൂ വരും. അപ്പോൾ ഇത് ട്രൂ ആയിട്ട് ഇത് ഫോൾസ് വന്നാൽ ആൻസർ ഫോൾസേ വരുള്ളൂ. അപ്പോൾ ഇതൊരു ടോട്ടോളജി അല്ല. അപ്പോൾ P ഫോൾസും Q ട്രൂവും വരുമ്പം ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് ഫോൾസ് ആണ്. അതുകൊണ്ട് ഇതൊരു ഇൻകറക്റ്റ് ആർഗ്യുമെൻ്റ് ആണ്. ഇതിനെ നമുക്ക് ടോട്ടോളജി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ പ്രിമിസസുകൾ ആദ്യത്തെ ആർഗ്യുമെൻറ്റിന് നമ്മൾ P ഇംപ്ലൈസ് Q എന്നും രണ്ടാമത്തിന് നമ്മൾ Q ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്രിമിസസുകളും കൂടെ ആൻഡ് എടുത്താൽ നമുക്ക് കൺക്ലൂഷൻ P എന്ന് പറയുന്നത് ഒരു വാലിഡ് ഫോം അല്ല. P ഇംപ്ലൈസ് Qവും ആൻഡും Qവും കൂടെ എടുത്താൽ അതിൻ്റെ ആർഗ്യുമെൻറ്റ് P അല്ല. അപ്പോൾ നമുക്ക് അത് ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷൻ തെറ്റാണ്. അതിന് നമ്മൾ ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാണ് P ഇംപ്ലൈസ് Q ആൻഡ് നെഗേഷൻ P ഇംപ്ലൈസ് നെഗേഷൻ Q. ഇതും കാണുമ്പോൾ നമുക്ക് ഒരു ശരിയായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് ആണ് കാണുമ്പോൾ തോന്നാവുന്നതാണ്. പക്ഷേ ഇത് ശരിയായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് അല്ല. കാരണം എന്താണ്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ P ഫോൾസ് ആയിട്ടും Q ട്രൂ ആയിട്ടും എടുത്തു. P ഫോൾസ് ആയിട്ടും Q ട്രൂ ആയിട്ടും എടുത്താൽ ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. P ഇംപ്ലൈസ് Q ട്രൂ ആണ്. ഇനി P ഫോൾസ് ആയതുകൊണ്ട് ഇതും ട്രൂ ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ട്രൂ ആയി. പക്ഷേ Q ട്രൂ ആയതുകൊണ്ട് ഇത് ഫോൾസാണ്. അപ്പോൾ ഇത് ഫോൾസ് ആണെങ്കിൽ നമ്മൾ ദിസ് ഇംപ്ലൈസ് ദിസ് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് അല്ല. ഇത് ഫാലസി ഓഫ് ഡിനൈങ് ദി ആർഗ്യുമെൻ്റ്. ഇത് ട്രൂ ആണ്, ഇത് ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഫാലസി ഓഫ് ഡിനൈങ് ദ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഇത് ഈ ഒരു ഫോമിൽ വരുമ്പോൾ ആർഗ്യുമെൻറ്റ് നമ്മൾ P ഇംപ്ലൈസ് Q ആൻഡ് നെഗേഷൻ P ഇംപ്ലൈസ് നെഗേഷൻ Q അതൊരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ്. ഈ ആർഗ്യുമെൻറ്റിനെ നമ്മൾ ഫാലസി ഓഫ് ഡിനൈങ് ദ ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുന്നത്. അപ്പം ഇതും ഒരു ടോട്ടോളജി അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം P ഇംപ്ലൈസ് Q ആൻഡ് Q ഇംപ്ലൈസ് P എടുക്കുമ്പം അതൊരു ടോട്ടോളജി അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് P ഇംപ്ലൈസ് Q ആൻഡ് നെഗേഷൻ P ഇംപ്ലൈസ് Q ആൻഡ് നെഗേഷൻ P എടുക്കുമ്പോൾ ഇംപ്ലൈസ് നെഗേഷൻ Q എന്ന് പറയുന്നത് ഒരു ടോട്ടോളജി അല്ല. ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് നമുക്ക് ടേബിൾ വരച്ച് നോക്കിയാൽ അത് നമുക്കറിയാം. ഇതും ടേബിൾ വരച്ച് നോക്കിയാൽ ഇത് ടോട്ടോളജി അല്ല. കാരണം ഞാൻ പറഞ്ഞു P ഫോൾസും Q ട്രൂ ആയിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ ഫോൾസാണ്. ഇവിടെ P ഫോൾസും Q ട്രൂ എടുക്കുമ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ ഫോൾസാണ്. അപ്പോൾ ഇത് രണ്ടും ടോട്ടോളജി അല്ല എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് റെസൊല്യൂഷൻ്റെയും ഫാലസിയുടെയും 2-3 എക്സാമ്പിൾസ് കാണാം. നമ്മൾ എക്സാമ്പിൾ 7 വരെയാണ് ചെയ്തു വെച്ചിരുന്നത്. ഇനി 8th 1 ക്വസ്റ്റ്യൻ്റെ കൂടെ എഴുതി നോട്ട് സബ്മിറ്റ് ചെയ്യണം. യൂസ് റെസൊല്യൂഷൻ ടു ഷോ ദാറ്റ് the hypothesis use resolution to show that the hypothesis Jasmine is skiing or it is not snowing. Jasmine is skiing or it is not snowing and it is snowing or
it is snowing, or Bart is playing hockey. Imply that Jasmine is skiing, or Bart is playing hockey. അപ്പോൾ റെസൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഹൈപ്പോത്തിസിസ്, ഈ രണ്ട് ഹൈപ്പോത്തിസിസും കൂടെ നമുക്ക് ഈ കൺക്ലൂഷൻ കിട്ടും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ യൂസ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. അപ്പം ദ റൂൾ ഓഫ് റെസൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം എഴുതാം. ദ റൂൾ ഓഫ് റെസൊല്യൂഷൻ ഈസ് അവിടുത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണ്? P or Q and negation P or R implies Q or R. ഇതല്ലേ നമ്മുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജാസ്മിൻ ഈസ് സ്കീയിങ് ഓർ ഇറ്റ് ഈസ് നോട്ട് സ്നോയിങ്. ജാസ്മിൻ ഈസ് സ്കീയിങ് ഓർ ഇറ്റ് ഈസ് നോട്ട് സ്നോയിങ്. ഇറ്റ് ഈസ് സ്നോയിങ് ഓർ ബാർട്ട് ഈസ് പ്ലേയിങ് ഹോക്കി. അപ്പോൾ നമുക്ക് വേണ്ട കൺക്ലൂഷൻ ജാസ്മിൻ ഈസ് സ്കീയിങ് ഓർ ബാർട്ട് ഈസ് പ്ലേയിങ്. അപ്പോൾ നമുക്ക് ക്യൂ ആയിട്ട് ജാസ്മിൻ ഈസ് പ്ലേയിങ് എടുക്കാം. ഇറ്റ് ഈസ് സ്നോയിങ് എന്നുള്ളത് പി ആയിട്ട് എടുക്കാം. നമുക്ക് വേണ്ടതിലോട്ട് നമ്മൾ നോക്കാം. അപ്പം പി നമുക്ക് കൺക്ലൂഷൻ, നമുക്ക് നമ്മുടെ പി ആൻഡ് ക്യൂ ആൻഡ് നെഗേഷൻ പി ഓർ ആർ ഇംപ്ലൈസ് ക്യൂ ഓർ ആർ എന്നുള്ളതാണ് നമ്മുടെ റെസൊല്യൂഷൻ. അപ്പോൾ നമുക്കിവിടെ നെഗേഷൻ വന്നേക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്നോയിങ് എന്നുള്ള. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് സ്നോയിങ്ങും ഇറ്റ് ഈസ് സ്നോയിങ്ങും യൂസ് ചെയ്തിട്ട് അപ്പോൾ പി ആയിട്ട് നമുക്ക് ലെറ്റ് പി ബി ദി പ്രൊപ്പോസിഷൻ. കാരണം നമ്മുടെ റെസൊല്യൂഷൻ്റെ അകത്ത് പി ആണ് നെഗേഷനും കൂടെ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ. ലെറ്റ് പി ബി ദി പ്രൊപ്പോസിഷൻ. ഇറ്റ് ഈസ് സ്നോയിങ്. ലെറ്റ് ക്യൂ ബി ദി പ്രൊപ്പോസിഷൻ. ക്യൂ ഏതാ എടുക്കേണ്ടത്? ഇനിയുള്ളത് ജാസ്മിൻ ഈസ് സ്കീയിങ്ങും ബാർട്ട് ഈസ് പ്ലേയിങ് ഹോക്കി. നമ്മൾ നോക്കുവാണെങ്കിൽ നെഗേഷൻ്റെ കൂടെ വരുന്നതിനെ ആറെന്നാണ് വിളിക്കേണ്ടത്. അപ്പം നെഗേഷൻ്റെ കൂടെ വരുന്നത് ബാർട്ട് ഈസ് പ്ലേയിങ് ഹോക്കി, അതിന് നമ്മൾ ആറെന്ന് വിളിച്ചാൽ ജാസ്മിൻ ഈസ് സ്കീയിങ് വേണം നമ്മൾ എടുക്കാൻ. ജാസ്മിൻ ഈസ് സ്കീയിങ് ആൻഡ് ആർ ബി ദി പ്രൊപ്പോസിഷൻ. ബാർട്ട് ഈസ് പ്ലേയിങ് ഹോക്കി. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത ദെൻ ദ ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് ഈസ് ഓഫ് ദ ഫോം. ഫസ്റ്റ് ഹൈപ്പോത്തിസിസിൻ്റെ ഫോം എന്താണ്? ജാസ്മിൻ ഈസ് സ്കീയിങ് ക്യൂ ഓർ ഇറ്റ് ഈസ് ജാസ്മിൻ ഈസ് സ്കീയിങ് എന്നുള്ളത് ക്യൂ or it is not snowing. ജാസ്മിൻ ഈസ് സ്കീയിങ് അത് ക്യൂ ആണ്. ഓർ ഇറ്റ് ഈസ്, അപ്പം അതെന്നാണ് ക്യൂ ഓർ നെഗേഷൻ പി. അടുത്തത് സെക്കൻഡ് ഹൈപ്പോത്തിസിസ് എന്താണ്? സെക്കൻഡ് ഹൈപ്പോത്തിസിസ് ഈസ് ഇറ്റ് ഈസ് സ്നോയിങ് ഓർ ബാർട്ട് ഈസ് പ്ലേയിങ് ഹോക്കി. ഇറ്റ് ഈസ് സ്നോയിങ് എന്നുള്ളത് പി. ഓർ ബാർട്ട് ഈസ് പ്ലേയിങ് ഹോക്കി, ഇത് പി ഓർ പ്ലേയിങ് ഹോക്കി എന്നുള്ളത് പി ഓർ ആർ ആണ്. അപ്പം നമുക്ക് ഹൈപ്പോത്തിസിസുകൾ എന്താണ്? ഹൈപ്പോത്തിസിസ് ആർ പി ഓർ ആർ ആൻഡ് നെഗേഷൻ പി ഓർ ക്യൂ ആ അല്ലേ? പി ഓർ ആർ ആൻഡ് നെഗേഷൻ ക്യൂ. നെഗേഷൻ പി ആണ്, നെഗേഷൻ പി ഓർ ക്യൂ നമ്മൾ ഓർഡർ തിരിച്ചെഴുതി. അപ്പം പി ഓർ ആറിന് പകരം ഇവിടെ ക്യൂ ആണെന്നേ ഉള്ളൂ. നെഗേഷൻ പി ഓർ ക്യൂ. അപ്പോൾ ഇവിടെ ക്യൂ ആറും ഒന്ന് മാറിക്കിടപ്പുണ്ടെന്നേ ഉള്ളൂ. അതിന് കൺക്ലൂഷൻ എന്താണ്? ഇസ് കൺക്ലൂഷൻ ഈസ് എന്താണ്? പി ഓർ ആർ ആൻഡ് നെഗേഷൻ പി ഓർ ക്യൂ വരുമ്പം
അവിടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആർ ഓർ ക്യൂ എന്നുള്ളതാണ് അല്ലേ, അല്ലെങ്കിൽ ക്യൂ ഓർ ആർ. സോ കൺക്ലൂഷൻ, ജാസ്മിൻ ഈസ് സ്കീയിങ്, ക്യൂ എന്ന് പറയുന്നത് ജാസ്മിൻ ഈസ് സ്കീയിങ്. ഓ ആർ എന്ന് പറയുന്നത് എന്താണ്, ബാർട്ട് ഈസ് പ്ലേയിങ്. ഹോക്കി ഈസ് വാലിഡ് ആർഗ്യുമെൻറ്റ്. റെസൊല്യൂഷൻ വെച്ചിട്ട് വാലിഡാണെന്ന് പറയാമല്ലോ. അപ്പോൾ നമ്മൾ പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്നോയിങ് എടുത്തു, ക്യൂ എന്ന് പറയുന്നത് ജാസ്മിൻ ഈസ് സ്കീയിങ് എടുത്തു. അപ്പം ജാസ്മിൻ ഈസ് സ്കീയിങ് ഓർ ഇറ്റ് ഈസ് നോട്ട് സ്നോയിങ്, അതിന് നമുക്ക് ക്യൂ ഓർ നെഗേഷൻ പി, അതാണ് ആദ്യത്തെ ഇത്. പിന്നെ വന്നേക്കുന്നത് ആർ ബാർട്ട് ഈസ് പ്ലേയിങ് എടുത്തു. അപ്പം അടുത്തത് ഇറ്റ് ഈസ് സ്നോയിങ് ഓർ ബാർട്ട് ഈസ് പ്ലേയിങ്, അത് പി ഓർ ആർ. അപ്പോൾ നമ്മുടെ ഹൈപ്പോത്തസിസിൽ നിന്ന് പി ഓർ ആൻഡും നെഗേഷൻ പി ഓർ ക്യൂ, അതിൻ്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് ക്യൂ ഓർ ആർ വരും. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കറക്റ്റാണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഷോ ദാറ്റ് ഹൈപ്പോത്തിസിസ്, ഷോ ദാറ്റ് ദ ഹൈപ്പോത്തിസിസ് P and Q or R and R implies S imply the conclusion P or S. അപ്പോൾ നമ്മൾക്ക് തന്നേക്കുന്ന ഹൈപ്പോത്തിസുകൾ എന്ന് പറയുന്നത് പി ആൻഡ് ക്യൂ ഓർ ആൻഡും ആൻഡ് ആർ ഇംപ്ലൈസ് എസ്സും. അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് കൺക്ലൂഷൻ എന്ത് വേണം, പി ഓർ എസ് വേണം. അത് നമുക്ക് പി ആൻഡ് ക്യൂ ഓർ ആർ, പി ആൻഡ് ക്യൂ ഓർ ആറിനെ നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് എങ്ങനെ എഴുതാം, പി ഓർ ദിസ് ഈസ് ഈക്വലൻ്റ് ടു പി ഓർ ആർ ആൻഡ് പി ഓർ ക്യൂ എന്ന് പറയാൻ പറ്റും. ക്യൂ ഓർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അനുസരിച്ച് പി ആൻഡ് ക്യൂ ഓർ ആർ എന്ന് പറയുമ്പോൾ പി ഓർ ആർ ആൻഡ് ക്യൂ ഓർ ആർ എന്ന് പറയാമല്ലോ. അപ്പോൾ ഇത് രണ്ടും ഈക്വലൻ്റ് ആണ്. പി ആൻഡ് ക്യൂ ഓർ ആറിന് നമുക്ക് പി ഓർ ആൻഡ് ക്യൂ ഓർ ആർ എന്ന് പറയാൻ പറ്റും. ഇനി ആർ ഇംപ്ലൈസ് എസ്സോ, ആർ ഇംപ്ലൈസ് എസ്സിനെ നമുക്ക് ഈക്വലൻ്റ് ആയിട്ട് ദിസ് ഈസ് ഈക്വലൻ്റ് ടു നെഗേഷൻ ആർ ഓർ എസ് എന്ന് പറയാമല്ലോ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടാണ്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഈക്വലൻ്റ് ടു നെഗേഷൻ പി ഓർ ക്യൂ ആണ് അല്ലേ. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ പി ഓർ ക്യൂവിന് ഈക്വലൻ്റ് ആണ്. അപ്പം നമുക്ക് രണ്ട് കൺക്ലൂഷനുകൾ, ഇത് രണ്ടുമായിരുന്നു നമ്മുടെ കൺക്ലൂഷനുകൾ, ഹൈപ്പോത്തിസിസുകൾ. ഇത് നമ്മുടെ ഫസ്റ്റ് ഹൈപ്പോത്തിസിസ്, ഇത് നമ്മുടെ സെക്കൻഡ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ നമുക്ക് പി ഓർ ആർ ആൻഡ് ക്യൂ ഓർ ആറും ഉണ്ട്, ഇവിടെ നെഗേഷൻ ആർ ഓർ എസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിന് നമുക്ക് 1 എന്നും ഇതിന് നമുക്ക് 2 എന്നും അറിയാം. ഇനി നമ്മൾ 1 എന്ന് പറയുന്നത് പി ആൻഡ് ക്യൂ ഓർ ആർ ഇംപ്ലൈസ് പി ഓർ ആർ ആൻഡ് ക്യൂ ഓർ ആർ. ഇനി നമ്മൾ സിംപ്ലിഫിക്കേഷനകത്ത് പഠിച്ചിട്ടുണ്ട്. പി ആൻഡ് ക്യൂവിനെ നമുക്ക് പി എന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ദിസ് ക്യാൻ ബി കൺക്ലൂഡഡ് ആസ് പി ഓർ ആർ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ളതിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യും. പി ആൻഡ് ക്യൂവിനെ നമ്മൾ പി എന്ന് കൺക്ലൂഡ് ചെയ്യുന്ന പോലെ പി ഓർ ആൻഡ് ക്യൂ ഓർ ആറിനെ നമുക്ക് പി ഓർ ആർ എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി ബൈ 2 നമുക്ക് എന്താ, ആർ ഇംപ്ലൈസ് എസ് ഈസ് ഈക്വലൻ്റ് ടു നെഗേഷൻ ആർ ഓർ എസ്. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ we know that P or and negation R or S എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് നമുക്ക് P or R negation R or S എന്ന് പറയുമ്പോൾ അത് P or S അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ച റൂൾ ഓഫ് റെസൊല്യൂഷൻ്റെ അകത്ത് പിക്ക് പകരം ആറും ക്യൂവിന് പകരം പിയും എസ്സും ആണല്ലേ ഉള്ളൂ അല്ലേ. ക്യൂവിൻ്റെ സ്ഥാനത്ത് ഇവിടെ നമ്മുടെ പിയുടെ സ്ഥാനത്ത് 6 വന്നു. അപ്പം ക്യൂവിൻ്റെ സ്ഥാനത്ത് പിയും ആറിൻ്റെ സ്ഥാനത്ത് എസ്സും വരും. അപ്പം പി ഓർ എസ് എന്ന് വരും. ദെർഫോർ ബൈ റൂൾ ഓഫ് റെസൊല്യൂഷൻ, ദെർഫോർ ഫ്രം 1 and 2
by rule of resolution, therefore we can conclude P or S. ഇപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ P ആൻഡ് Q ഓർ ആൻഡും R ഇംപ്ലൈസ് എസ്സും ഉണ്ടെങ്കിൽ നമുക്ക് P ഓർ എസ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം P ആൻഡ് Q ഓർ R എന്ന് പറയുമ്പം അതിന് നമ്മൾ എന്താ ആദ്യം ചെയ്തത്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് P ഓർ R ആൻഡ് Q ഓർ R എന്നെടുത്തു. അതിനെ ഒന്നും കൂടെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ വെച്ചിട്ട് P ഓർ R എന്ന് കൺക്ലൂഡ് ചെയ്തു. ഇനി R ഇംപ്ലൈസ് എസ്സിനെ നമ്മൾ നെഗേഷൻ R ഇംപ്ലൈസ് എസ് എന്നെടുത്തു. അപ്പോൾ നമുക്കത് ഇത് രണ്ടും കൂടെ പിന്നെ കമ്പൈൻ ചെയ്യുമ്പോൾ റൂൾ ഓഫ് റെസൊല്യൂഷൻ വെച്ചിട്ട് നമുക്കിങ്ങനെ കിട്ടും. ഇനി നമുക്ക് 10th പ്രോബ്ലമാണ്. ഈസ് ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ് വാലിഡ്? ഒരു തന്നിരിക്കുന്ന ആർഗ്യുമെൻറ്റ് വാലിഡ് ആണെന്ന്. ഈസ് ദി ഫോളോയിങ് ആർഗ്യുമെൻറ്റ് വാലിഡ്? ആയിട്ടത്, if you do every problem in this book, if you do every problem in this book, if you do every problem in this book, then you will learn discrete mathematics. You will learn discrete mathematics. If you do every problem in this book, then you will learn discrete mathematics. You learn discrete math sentence. You learned discrete mathematics. Therefore, you did every problem in this book. You did every problem in this book. അപ്പം ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് യു ഡു എവറി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക് ദെൻ യു വിൽ ലേൺ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്നുള്ളത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, യു ലേൺഡ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് കൺക്ലൂഷൻ എന്താണ്, യു ഡിഡ് എവറി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക് എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ, ഇതൊരു വാലിഡ് ആർഗ്യുമെൻ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം പ്രൊപ്പോസിഷനുകൾ ഡിഫൈൻ ചെയ്യണം. അപ്പം ലെറ്റ് പി ബി ദി പ്രൊപ്പോസിഷൻ. പി ബി ദി പ്രൊപ്പോസിഷൻ. നമുക്ക് യു ഡു എവരി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക് എന്ന് എടുക്കാം. യു ഡു എവരി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക്. You did every problem in this book. You did every problem in this book. If you do every problem in this book, you will learn discrete mathematics എന്നുള്ളത് നമുക്ക് you learn discrete mathematics. Let Q be the proposition. Q be the proposition. You learned discrete mathematics. You learned discrete mathematics. അപ്പോൾ നമ്മൾ പിയും ക്യൂവും ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ഇഫ് യു ഡു എവരി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക് ദെൻ യു വിൽ ലേൺ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. അതെന്ന് പറയുന്നത് എന്താണ്, പി ഇംപ്ലൈസ് ക്യൂ അല്ലേ. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്, ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂ ആണ് അല്ലേ, പി ഇംപ്ലൈസ് ക്യൂ ആണ്. എന്നിട്ട് രണ്ടാമത് പറയുന്നത് എന്താണ്, യു ലേൺഡ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. യു ലേൺഡ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് നമ്മൾ എന്താക്കുന്നത്, യു ലേൺഡ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. സെക്കൻഡ് സെൻറ്റൻസ് ഈസ് ക്യൂ. എന്നിട്ട് ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണ് നമ്മൾ എടുത്തേക്കുന്നത്, ഇവിടെ പി ഇംപ്ലൈസ് ക്യൂവും ക്യൂവും കൂടി എടുത്തിട്ട് കൺക്ലൂഷൻ പി. therefore you did every problem in this book. You did every problem in this book എന്നുള്ളത് പി ആണ്. അപ്പം ദിസ് ഈസ് ഓഫ് ദ ഫോം പി ഇംപ്ലൈസ് ക്യൂ. ദിസ് ഈസ് ഓഫ് ദ ഫോം, ദിസ് ഈസ് ഓഫ് ദ ഫോം പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. കാരണം കൺക്ലൂഷൻ എന്താണ്,
സെക്കൻഡ് സെൻറ്റൻസ് ക്യൂ ആണ്. ആൻഡ് കൺക്ലൂഷൻ ഈസ് പി എന്ന് കൂടെ എഴുതിക്കോ. ആൻഡ് ദ കൺക്ലൂഷൻ ഈസ് പി. ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പി നമ്മൾ യു ഡിഡ് എവറി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക് എന്നും ക്യൂ നമ്മൾ യു ലേൺഡ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്നും എടുക്കുവാണെങ്കിൽ ആദ്യത്തെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസ് എന്തായിരുന്നു? If you do every problem in this book, then you will learn discrete mathematics. If P, then Q. അത് P implies Q ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് യു ലേൺ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, അത് ക്യൂ ആണ്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂവും കൂടി ഉണ്ടെങ്കിൽ കൺക്ലൂഷൻ പി ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഇത് വാലിഡ് ആർഗ്യുമെൻറ്റ്, ഇതൊരു ദിസ് ഈസ് ഓഫ് ദ ഫോം പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. പക്ഷേ ഇതൊരു ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷനായിട്ട് വന്നേക്കുന്ന സാധനമല്ലേ ഇത്. പക്ഷേ ഇതൊരു വാലിഡ് ആർഗ്യുമെൻ്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇത് ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷൻ. ദിസ് ഈസ് നോട്ട് എ വാലിഡ് ആർഗ്യുമെൻറ്റ്. This is an example of an incorrect argument using the fallacy of affirming the conclusion. അപ്പോൾ ഇവിടെ നമ്മുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ എന്നുള്ളതാണ്. പി ഇംപ്ലൈസ് ക്യൂവും പി യു ആയിരുന്നെങ്കിൽ നമുക്ക് ക്യൂ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ പി ഇംപ്ലൈസ് ക്യൂവും അത് നമ്മൾ മോഡൽ സ്പോണായിട്ട് പഠിച്ചത്. പി ഇംപ്ലൈസ് ക്യൂവും പിയും കൂടി ആണെങ്കിൽ ക്യൂ എന്ന് എടുക്കാം. പക്ഷേ നേരെ തിരിച്ച് പി ഇംപ്ലൈസ് ക്യൂവും കൂടി ആണെങ്കിൽ പിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇതൊരു വാലിഡ് ആർഗ്യുമെൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താ നമുക്കിത് വാലിഡ് ആർഗ്യുമെൻ്റ് അല്ലാത്തത് എന്താണ്? യു ഡിഡ് എവറി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. യു ലേൺ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്നും പറഞ്ഞാൽ എല്ലാ പ്രോബ്ലവും ചെയ്തെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അടുത്തത് 11th one. Let P and Q be as in the above example. Let P and Q be as in the above example. If the conditional statement P implies Q is true and negation P is true, is it correct to conclude that negation Q is true? Let P and Q be as in the above example. If the conditional statement P implies Q is true and negation P is true, is it correct to conclude that negation Q is true? In other words, is it correct to assume that you did not learn discrete mathematics if you did not do every problem in this book? Assuming that if you do every problem in this book, then you will learn discrete mathematics.
discrete mathematics. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അസ്യൂം ചെയ്യാൻ പറ്റുമോ? യു ഡിഡ് നോട്ട് ലേൺ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ഇഫ് യു ഡിഡ് നോട്ട് ഡു എവരി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? അസ്യൂമിങ് ദാറ്റ് എന്താ, ഇഫ് യു ഡു എവരി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക് യു വിൽ ലേൺ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് യു ഡു എവരി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക് യു വിൽ ലേൺ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് നമുക്കുണ്ട്. അന്നും കൊണ്ട് നമുക്ക് യു ഡിഡ് നോട്ട് ലേൺ മാത്തമാറ്റിക്സ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഇഫ് യു ഡിഡ് നോട്ട് ഡു എവരി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക് എന്ന് പറയാൻ പറ്റുമോ? നെഗേഷൻ ക്യൂ ആണെന്നും കൊണ്ട് അത് അങ്ങനെ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഇവിടെ പി ഇംപ്ലൈസ് ക്യൂവും ട്രൂ ആണ്, നെഗേഷൻ പിയും ട്രൂ ആണെങ്കിൽ നെഗേഷൻ ക്യൂ ട്രൂ ആണ്. അതായത് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ പി ട്രൂ ആണ്. അതിൽ നിന്ന് നെഗേഷൻ ക്യൂ ട്രൂ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ചോദിച്ചേക്കുന്നത്. പി ഇംപ്ലൈസ് ക്യൂവും ട്രൂ ആണ്, നെഗേഷൻ പിയും ട്രൂ ആണെങ്കിൽ നെഗേഷൻ ക്യൂ ട്രൂ ആണെന്ന് നമുക്ക് പറ്റുമോ? പക്ഷെ നേരെ തിരിച്ച് ഇവിടെ നെഗേഷൻ ക്യൂ ആയിരുന്നുവെങ്കിൽ മോഡൽ സ്റ്റോളൻ വെച്ചിട്ട് ഇവിടെ നെഗേഷൻ പി വരും നമുക്ക് പറയാം. പക്ഷേ ഇതൊരു വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് അല്ല. കാരണം എന്താ, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ പി ഫോമിലാണ് വന്നേക്കുന്നത്. ആൻഡ് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്ന് പറയുന്ന ഒരു വാലിഡ് ആർഗ്യുമെൻ്റ് അല്ല, അല്ലേ? അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. ഇത് ഫാലസി ഓഫ് ഡിനൈയിങ് ദ ഹൈപ്പോത്തിസിസ് അല്ലേ? ഈസ് ഓഫ് ദ ഫോം ഫാലസി ഓഫ് ഡിനൈയിങ് ദ ഹൈപ്പോത്തിസിസ്. ഡിനൈയിങ് ദി ഹൈപ്പോത്തിസിസ്. Therefore it is not a valid argument. It is not a valid argument. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ കറക്റ്റായിട്ട് തോന്നും, പക്ഷേ ഇതൊരു വാലിഡ് ആർഗ്യുമെൻ്റ് അല്ല. ഇവിടെ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഇതെപ്പോൾ ഫോൾസ് ആവുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ പി നമ്മൾ എടുത്തിട്ട് അതൊരു നെഗേഷൻ ക്യൂ ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു വാലിഡ് ആർഗ്യുമെൻ്റ് അല്ല എന്നാണ് പറഞ്ഞത്.